ഇടതുപക്ഷ സർക്കാർ ജനറൽ ന്യൂട്രാലിറ്റി ഒളിച്ചു കടത്തുന്നതായി സംശയമെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. സൂംബ ഡാൻസ് പരിശീലനം അതിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ഇടകലർന്നുള്ള ഈ പരിശീലന രീതിയോട് യോജിപ്പില്ലെന്നും നാസർ ഫൈസി കൂടത്തായി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രതീഷ് വാസ്തവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സർക്കാർ നടപ്പിലാക്കിയ സ്കൂളുകളിൽ നടപ്പാക്കിയ ഒരു വ്യായാമ പരിശീലനമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. നമുക്കറിയാം, സൂംബ ഡാൻസ് കുട്ടികളിലെ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും മാനസിക സംഘർഷങ്ങളൊക്കെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ ചില സംഘടനകൾ അവരുടെ അഭിപ്രായ വ്യത്യാസവുമായി ഈ വ്യായാമ പരിശീലന രീതിയെക്കുറിച്ച് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി തന്നെ അത് തങ്ങളുടെ ആശയപരമായ രീതി അനുസരിച്ച്, മതപരമായ വിശ്വാസം അനുസരിച്ച് ആഭാസമാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പുതിയ വിവാദത്തിലേക്കാണ് ഈ ചർച്ചകൾ പോകുന്നത്. എന്താണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക്? അല്ല, ഞാൻ സമസ്തയുടെയും SYSന്റെ നിലപാടായിട്ടില്ല. ഞാനിത് വിലയിരുത്തിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് നൽകി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. ഇതിൽ ഗവൺമെൻറ് തലത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം സൂംബ ഡാൻസ് നിർബന്ധമായി പറയുന്നുണ്ടെങ്കിൽ, സൂംബ ഡാൻസിൽ കണ്ടുവരുന്ന ചില നിലപാടുകൾ മതപരമായ ധാർമ്മികതയ്ക്ക് നിരക്കാത്തത് കൊണ്ട് ആ രീതിയിൽ തന്നെ ആവണമെന്ന് ഗവൺമെൻറ് ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടുന്നു എന്ന് മാത്രം. ഇവിടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കൊണ്ടുവരുന്നതിനും കായിക പരിശീലനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ നിലപാടുകളോടും നമ്മളൊക്കെ യോജിക്കുന്നവരാണ്. അതിനൊന്നും നമ്മൾ എതിർക്കാൻ പോയിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം നിലപാടുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സൂംബ ഡാൻസിൽ നമ്മൾ കണ്ടുവരുന്നത്, ഒന്ന്, നമ്മളതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം, നമ്മുടെ രക്ഷിതാക്കളോട് ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വേഷവിധാനമാണ് പൊതുവായി കണ്ടുവരുന്നത്. ആ വേഷം വേണമെന്ന ശാഠ്യം ഗവൺമെൻറ് പിടിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. രണ്ട്, ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെയാണ് ഈ സൂംബ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആടാനും പാടാനും ഒക്കെ ഒരു മിക്സഡ് സംസ്കാരത്തിലൂടെ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും, മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉൾപ്പെടെ ഇങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെ ഇത് ഡാൻസ് ചെയ്യണം എന്ന് ഗവൺമെൻറ് നിർബന്ധമുണ്ടെങ്കിൽ അത് പൗരൻ്റെ അവകാശത്തിന്, കുട്ടികളുടെ മൗലിക അവകാശത്തിന്, വ്യക്തി സ്വാതന്ത്ര്യത്തോടുള്ള കടന്നുകയറ്റമായതുകൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തണം. അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യണം. ഇതാണ് നമ്മൾ പറയുന്നതിന് പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് ഈ ബാലാവകാശ നിയമം, കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ഈ ഇടകലർന്നുള്ള പഠന രീതി, അവർക്ക് അവരുടെ സർഗശേഷി, അവരുടെ ഭൗതിക നിലവാരം ഒക്കെ തന്നെ വലിയ വികസിക്കുന്നു അല്ലെങ്കിൽ മെച്ചപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദ്യാഭ്യാസ രീതിയിലൂടെ പോരായ്മ കൂടി ആണോ ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്നത്? അതെ, ശരിക്കും. കാരണം തീർച്ചയായിട്ടും നമ്മൾ പറയാനുള്ള കാരണം, വിദ്യാഭ്യാസ മേഖലകളിൽ കായിക പരിശീലനം കൊണ്ടുവരാനും ലഹരിക്കെതിരെ കുട്ടികളിൽ ചിന്ത വളർത്താനും ഒട്ടേറെ സർഗാത്മകമായിരിക്കുന്ന മേഖലകൾ ഇന്ന് നിലവിലുണ്ട്. അത് പരിപോഷിപ്പിക്കുകയും ഡ്രില്ല് പോലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നന്നായി കായിക പരിശീലനം നൽകുന്നതിന് ആവശ്യമായ അധ്യാപകരെ സ്കൂളുകൾ നിയമിക്കുകയുമാണ് വേണ്ടത്. പല സ്കൂളുകളിലും കായിക പരിശീലനത്തിന് യോഗ്യരായ അധ്യാപകരില്ല എന്നതൊരു വലിയൊരു വിഷയമായി കൂടെ നിൽക്കുകയാണ്. അവിടെ അധ്യാപകരെ നിയമിക്കുക, കായിക പരിശീലനം കൊടുക്കുക. ആ നിലപാടിനപ്പുറത്ത് ഒരു ഡാൻസ് ചെയ്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ആടാനും പാടാനുമുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് DJ പാർട്ടിക്ക് മുമ്പിൽ ആടുന്ന തലമുറയ്ക്ക് കലർന്നു വരുന്നത് ഒരു തരം മറ്റൊരു ലഹരിയാണ്. ഈ ലഹരിയെ അടിമപ്പെടുത്തുന്നതിന്, ഈ ലഹരിയെ തോൽപ്പിക്കുന്നതിന്, രാസവസ്തുക്കളിലൂടെ കടന്നു വരുന്ന ലഹരിയെ നിരുത്സാഹപ്പെടുത്തുന്നതിന് മറ്റൊരു ലഹരിയെ കടത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല. ഇത് കുട്ടികളിൽ ധാർമ്മികത വളർത്തണം, കായിക പരിശീലനം ഉണ്ടാക്കണം. അതിന് കൊണ്ടുവരേണ്ടത് ഇത്തരം ആഭാസപരമായിരിക്കുന്ന കാര്യങ്ങളല്ല. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രതിഷേധങ്ങളുള്ളൂ. അല്ലാത്ത കാലത്തോളം നമ്മൾ അതുമായി കൊണ്ട് പ്രതിഷേധിക്കാനൊന്നും പോകുന്നില്ല. ഒരു പൊതുവിടത്തിൽ അധ്യാപകരും അത് ബന്ധപ്പെട്ട ആളുകളും ഒക്കെ നിൽക്കുമ്പോൾ ഇത്തരം ഒരു വ്യായാമം അത് എങ്ങനെ ആഭാസമാവുമെന്നാണ് പറയുന്നത്? അല്ല, പൊതു ഇടങ്ങളിലുള്ള കാര്യങ്ങളിലായാലും മിക്സഡ് സംസ്കാരം, ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെ ഗവൺമെൻറ് ഇത്തരം ക്ലാസ് റൂമുകളിലൂടെ വളർത്തിയെടുക്കുന്നത് നമ്മൾ നേരത്തെ എതിർത്ത കാര്യമാണ്. അതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം. ഇത് പറയുമ്പോൾ ഒരു താലിബാനിസമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇതൊരു പിന്തിരിപ്പൻ സമീപനമായി കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഗവൺമെൻറ് കൊണ്ടുവരുന്ന മതേതര മൂല്യങ്ങളോടും ധാർമ്മികതയോടും യോജിക്കുന്ന ഏത് കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ രംഗപ്രവേശം ചെയ്തിട്ടുള്ളതും. അല്ലാത്ത കാലത്തോളം ഇത്തരം കായിക പരിശീലനത്തിൻ്റെ പേരിലും മറ്റു പല പേരിട്ടുകൊണ്ടും ഇതുപോലുള്ള രീതിയിൽ ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റം വളർത്തിക്കൊണ്ടുവരുന്നത് ഒരർത്ഥത്തിൽ ഞാൻ കാണുന്നത് ഗവൺമെൻറ് മുമ്പേ ആവിഷ്കരിച്ചിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ഒളിച്ചു കടത്തലിൻ്റെ മറ്റൊരു രീതിയായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വലിയ വിവാദങ്ങളിലേക്ക്, വലിയ ചർച്ചകളിലേക്കൊക്കെ പോകാവുന്ന ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.